CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൂറ്റനാട് സ്വീകരണം നൽകി. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ ന്യൂ ബസാറിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സ്വീകരണം. സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനവും ജാഥ എത്തുന്നതിന് മുൻപായി നാടൻപാട്ടും അരങ്ങേറി. ജില്ലാ അതിർത്തിയായ നീലിയാട് നിന്നും തൃത്താല മണ്ഡലത്തിലേക്ക് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും പഞ്ചവാദ്യം, പൂക്കാവടി എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ, മാനേജർ P സന്തോഷ് കുമാർ, മറ്റു ജാഥാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപകമായിട്ട് നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ ദേശാഭിമാനിയും ദലീയവും കൈകൊണ്ടൊന്നും ഈ കള്ളപ്രചരണത്തെ നമുക്ക് അഭിമുഖീകരിക്കാനാവില്ല. നമ്മൾ ഓരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുന്ന ഓരോരുത്തരും ഓരോ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നണി പോരാളികളായി ഈ കള്ളപ്രചരണങ്ങളെ മുഴുവൻ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കണമെന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനം ഈ കേരളം അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ നിലചമച്ച് 10,000-കണക്കിന് ആളുകൾ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലാണ്ട് ഞങ്ങൾ നയിക്കുന്നതുകൊണ്ടൊന്നല്ല ഞങ്ങൾക്ക് അന്നേരം ഇത് രാഷ്ട്രീയമാണ്, വെറുതെ എന്തെങ്കിലും പറയാനുള്ളതല്ല. കേരള രാഷ്ട്രീയം വളരെ സങ്കീർണമാക്കപ്പെടുകയാണ്. ഞങ്ങൾ ഈ യാതൊരു ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ എല്ലാ വിശദീകരണങ്ങളിലേക്കും നടത്താൻ സമ്മതമാവില്ല എന്ന് പറയുന്നു. 2 കാര്യങ്ങളാണ് ഈ ജാഥ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിൻ്റെ ഉപഘടകങ്ങളായിട്ട് നിരവധിയുണ്ട്, പക്ഷെ അതൊന്നും വിശദീകരിക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത മുതലാളിത്ത സമൂഹത്തിലെ ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന് ഒരു തുടർച്ച വേണം എന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ട്. ഈ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ജീവന്മരണ പോരാട്ടം പോലെ ലീഗും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കി പുതിയ ഗവൺമെന്റ് വന്നേ പറ്റുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി അതിശക്തിയായിട്ട് ഈ മാധ്യമ ശൃംഖല ഉൾപ്പെടെ എല്ലാം പ്രവർത്തിപ്പിക്കുകയും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ജാഥയിൽ ഉയർത്തുന്ന ഒന്നാമത്തെ കാര്യം, RSകാരും BJPക്കാരും സംഘപരിവാർ വിഭാഗങ്ങൾ കള്ളത്തരം തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കേരളത്തിൻ്റെ ചരിത്രത്തെയെല്ലാം വളച്ചൊടിച്ച് ഐതിഹ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ വിശദീകരിച്ച് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിൻ്റെ ഒരു ഭൂതകാല ചരിത്രം അവരെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഈ കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ളതിന് സാധിക്കില്ല എന്നറിയാം. രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ BJP പ്രസിഡന്റായപ്പോൾ ഈ VD സതീശൻ പറഞ്ഞു, രാജീവ് സദാശിവൻ അരല്ല, രാജീവ് ചന്ദ്രശേഖരൻ അരല്ല, വർഗീയവാദിയല്ല, പഞ്ചസാര മധുരുണ്ട് എന്ന് പറയേണ്ട വല്ല കാര്യമില്ല. വർഗീയത അങ്ങേ തലയല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയവാദികളായിട്ടുള്ള RS BJP സംവിധാനം മുഴുവൻ. അതിന്റെ ഭാഗമല്ലേ രാജീവ് ചന്ദ്രശേഖരൻ. ആ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയെങ്കിലും വർഗീയവാദികളുണ്ടാവോ? ഗോൾവാൾക്കറുടെ മുമ്പിൽ നമസ്കരിച്ച UDFിന്റെ നേതാവായ VD സതീശന് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കൂ. ഇനി ഞാനൊരു കാര്യം കൂടി ഇതിനൊപ്പം പറയാം. അമിത്ഷാ ഇതിനിടെ മിനിഞ്ഞാന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ലോകത്ത് മാർക്സിസ്റ്റുകാർ ഭരിക്കുന്ന ഒരേ ഒരു നാട് കേരളമാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ഭരണം അവസാനിപ്പിക്കും. അത് പറയാൻ അമിത്ഷാക്ക് സാധിക്കുന്നതെങ്കിൽ നമ്മൾ കുറേ കൂടി അപകടകരമായ കാര്യം ഉൾക്കൊള്ളണം. രാജീവ് ചന്ദ്രശേഖരനെ വർഗീയവാദിയല്ല എന്ന് പറയുന്ന UDF നേതൃത്വമുള്ള നാടാണ് കേരളം. അപ്പോൾ കോൺഗ്രസ്, ലീഗ്, BJP പഴയ കോഴി, ഒപ്പം ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി
ഈ നാലും ചേരുന്ന ഒരു വർഗീയ മുന്നണിയുടെ കോർഡിനേറ്ററാണ് വി ഡി സതീശൻ എന്ന് ഞാൻ ഈ പൊതുയോഗങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റർ സാധാരണ ഒരാളല്ല, ഇതിനെല്ലാം ഈ നാലെണ്ണത്തെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.